സത്യസ്ഥിതി മനസ്സിലാക്കിയും SDPIക്കാർ ഞങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്തു. ആ സമരം വിജയത്തിലേക്ക് എത്തിച്ചു. ഇല്ല എങ്കിൽ 24 ലക്ഷം ആൾക്കാർ തെരുവിലേക്ക് ഇറങ്ങുമായിരുന്നു. എന്തുകൊണ്ടൊരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം? ഒരുപാട് കാലം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ചവരാണ് SDPയുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന എന്റെ മുന്നിലിരിക്കുന്ന ആളുകൾ. ഒരുപാട് കാലം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കൊടി പിടിച്ച് ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും സിന്ദാബാദ് വിളിച്ച് ശീലിച്ചവരാണ്. പലപ്പോഴും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഉൾപ്പെടെ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൊടി പിടിച്ചവരാണ് ഇവിടെയുള്ളവർ. അഥവാ ഇവിടെ ഇരിക്കുന്ന ദളിതുകൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷ ദളിതാദിവാസി മഹാഭൂരിപക്ഷം വരുന്ന ജനത. ലാഹഗോപാൽ ഇവിടെ പറഞ്ഞു, ഈ രാജ്യത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന ദളിതുകൾ ഒരു വിമോചനത്തിന്റെ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ധരിച്ചിരുന്നുവെങ്കിൽ അതേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ദളിത് മതന്യൂനപക്ഷങ്ങളുടെ അന്ധകനായി രംഗത്ത് വന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ബോധ്യം വരുന്നത്. ഞങ്ങളുടെ ഈ ജാഥ കടന്നു വരുമ്പോൾ അങ്ങ് വയനാട് ആപ്പാടെന്ന് പറയുന്ന ആദിവാസി സമരഭൂമിയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട കാളി എന്ന് പറയുന്ന 8 മക്കളുടെ അമ്മയായ ആദിവാസി അമ്മ ഞങ്ങളോട് ചോദിക്കുന്നു, പതിറ്റാണ്ടുകളായി ഞങ്ങൾ താമസിച്ചു പോരുന്ന വനഭൂമിയിൽ നിന്ന് ഞങ്ങളെ കുടിയിറക്കി കിടന്നുറങ്ങാൻ 8 മക്കളെയുമായി കിടന്നുറങ്ങാൻ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ഞങ്ങൾ സമരം നടത്തുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോലീസ് ഗുണ്ടകൾ വന്നുകൊണ്ട്, വനപാലകരെന്ന ഗുണ്ടകൾ വന്നുകൊണ്ട് ഞങ്ങളെ ഇതിൽ നിന്നും മാറ്റിയിറക്കുമ്പോൾ ഞങ്ങളോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടിയില്ല, കോൺഗ്രസിന്റെ ത്രിവർണ പതാകയില്ല. ഞങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നത് നിങ്ങളെ പോലെയുള്ളവരിലാണ്, അഥവാ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പോലുള്ള പ്രസ്ഥാനങ്ങളിലാണ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നാം ഈ പ്രസ്ഥാനങ്ങളെ വിലയിരുത്തേണ്ടത്. നമുക്കറിയാം, നാം നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അപ്പുറമാണ് ഭീമാപള്ളി എന്ന് പറയുന്ന പ്രദേശം. ഗുജറാത്തിൽ കൂതുപ്പ് കൈകളോടെ RSSന്റെയും നരേന്ദ്രമോദിയുടെയും പോലീസിന്റെ മുമ്പിൽ ജീവന് വേണ്ടി യാചിച്ചു കൊണ്ടിരുന്ന കുത്തുബുദ്ദീൻ അൻസാരിയുടെ ഫോട്ടോ ഇങ്ങ് തിരുവനന്തപുരത്തിന്റെ അട്ടക്കുളങ്ങരയിലും അതുപോലെ മലപ്പുറത്തിന്റെ മഞ്ചേരിയിലും ഉൾപ്പെടെ ഒട്ടിച്ച് മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് തേടി അധികാരത്തിൽ വന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഈ ഭീമാപള്ളിയിൽ 6 മുസ്ലിങ്ങളെ വെടിവെച്ച് കൊന്നിട്ട് എന്തിനാണ് വെടിവെച്ച് കൊന്നതെന്ന് ഇന്ന് വരെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല. ഒരു കാലത്തങ്ങ് ബീഹാറിന്റെയും UPയുടെയും അർദ്ധസൈനിക വിഭാഗം ഒരുപാട് മുസ്ലിങ്ങളെ കൊന്നു.